ബന്ധങ്ങളുടെ തുടക്കത്തിലെ ഫ്ലഡ് ലൈറ്റിംഗ് തിരിച്ചറിയണം. എന്താണ് ഫ്ലഡ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്? മാറുന്ന കാലത്തിനനുസരിച്ച് ഒരുപാട് പുതിയ ഡേറ്റിംഗ് ടേം ഒക്കെ വരുന്നുണ്ട്. എന്ത് തന്നെ ആയാലും നമ്മുടെ മനസ്സിന് ഓക്കെയാണ് എന്ന് തോന്നുന്ന ഒരു ബന്ധത്തിൽ മാത്രമേ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ. ഫ്ലഡ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഫോൾസ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇന്റിമസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് ഫസ്റ്റ് ഡേറ്റിങ്ങിൽ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ തുടക്കത്തിൽ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തന്നെ എന്ത് ചെയ്യും, ഇവരുടെ കഴിഞ്ഞു പോയ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ദാരുണ സംഭവങ്ങൾ, മാനസിക ആഘാതങ്ങൾ, അതായത് ട്രോമ ഷെയർ ചെയ്യും, പേഴ്സണൽ ട്രോമ ഷെയർ ചെയ്യും. അങ്ങനെ ഇവരുടേതായിട്ടുള്ള വലിയൊരു ഇമോഷണൽ ബാഗേജ് ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. അപ്പോൾ എന്നെ ഇത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ എന്നോട് ഇത്രയൊക്കെ സംസാരിച്ചത്, എൻ്റെ ഷോൾഡർ അവർക്ക് വേണമല്ലോ എന്നൊക്കെയുള്ള ഒരു രീതിയിലായിരിക്കും പിന്നീട് ആ വ്യക്തി എന്ത് ചെയ്യുന്നത്. കാരണം തുടക്കത്തിൽ നമുക്ക് അത്രയേറെ ഇൻട്രസ്റ്റ് ആണ്, എങ്ങനെയെങ്കിലും ഇതൊന്ന് കണക്റ്റഡ് ആകണം എന്നുള്ള ഒരു താല്പര്യത്തിൽ നിൽക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ഷോൾഡർ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കും. അതായത് സ്ലോലി ഉണ്ടായി വരേണ്ട ഒരു ഇന്റിമസിക്ക് പകരം നമുക്ക് എന്തോ ഒരു കണക്ഷൻ അവിടെ ഉണ്ട് എന്നൊരു ഫീൽ ആയിരിക്കും ഫ്ലഡ് ലൈറ്റിംഗ് തരുന്നത്. അപ്പോൾ ഫോൾസ് ആയിട്ടുള്ള ഇന്റിമസിയും അതുപോലെ ഇമോഷണൽ മാനിപ്പുലേഷനും വേണ്ടിയിട്ട് ഫ്ലഡ് ലൈറ്റിംഗ് യൂസ് ചെയ്യുന്ന ചിലരുണ്ട്. ചിലരൊക്കെ അബദ്ധം പറ്റിയിട്ട് തങ്ങളുടെ ട്രോമയൊക്കെ ആദ്യമേ തന്നെ ഷെയർ ചെയ്യും. ഒരു വ്യക്തിയെ കണ്ടല്ലോ, വലിയൊരു പ്രകാശകിരണമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആദ്യമേ തന്നെ ഒന്നും അറിയാണ്ട് ഈ ഒരു ഇമോഷണൽ മാനിപ്പുലേഷൻ എന്നൊരു ഉദ്ദേശം ഇല്ലാതെ തന്നെ ഷെയർ ചെയ്യുന്നവരുണ്ട്. അവർക്ക് പിന്നീട് പണി കിട്ടാറുമുണ്ട്. എന്തു തന്നെയായാലും ബന്ധങ്ങളുടെ തുടക്കത്തിൽ ട്രോമകളെ സംബന്ധിക്കുന്ന, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അധികമൊന്നും ഷെയർ ചെയ്യാണ്ടിരിക്കുക. കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈ വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റും എന്നൊക്കെ ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നമ്മളിതൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരു ഫോൾസ് ആയിട്ടുള്ള ഇന്റിമസി വന്നു കഴിഞ്ഞാൽ ബന്ധത്തിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല, പ്രോപ്പറായ ഒരു വേയിൽ നമുക്ക് ആ ഒരു ഇന്റിമസി എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനും പറ്റില്ല. അതുകൊണ്ട് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പുതിയ ഡേറ്റിംഗ് ട്രെൻഡ്സ് ഒക്കെ വന്നോട്ടെ, പക്ഷെ നമുക്ക് ഓക്കെ ആണെന്നുള്ളതിന് മാത്രമേ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ.